ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 27 പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനമാണ്. നമുക്കെല്ലാവർക്കും ബൈബിൾ കയ്യിലെടുത്ത് ഏകമനസ്സോടെ വായിക്കാം. നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളായി നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ഒരു ചോദ്യചിഹ്നമാണ് അവിടെ. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ഈ 2026 നോമ്പ് മകനെ മകളെ നിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരു നോമ്പായി നീ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആഹ്വാനമായി ഇത് വചനം ശ്രവിക്കുന്ന, ഈ വചനം കേൾക്കുന്ന ഓരോ മകനോടും മകളോടും ഇത് കർത്താവ് വളരെ വ്യക്തമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത എന്നേക്കുമായി കഴുകി, അശുദ്ധി കഴുകി, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളായി, ഒരു വലിയ വേദനയോടുകൂടിയാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കും. എത്ര നാളായി നീ ദുഷിച്ച ചിന്തകളും പേര് നടക്കുക? ഈ നോമ്പ് എന്ന് പറയുന്നത് ഒരു ആത്മീയത അഭ്യസിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു അംഗൻവാടി അനുഭവമായി, ഒരു അംഗൻവാടിയിൽ നമ്മൾ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്ന പോലെ ആത്മീയതയിൽ വളരുവാനുള്ള ഒരു അഭ്യാസമാണ് നോമ്പ് എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് നോമ്പ് നോക്കുന്നവരുണ്ട്. അവർ നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 25-ാം തീയതി ആയിട്ട് നോമ്പെടുക്കാം. 25-ാം തീയതി കഴിഞ്ഞപ്പോൾ പാതി നോമ്പ് ആയപ്പോൾ നമ്മുടെ ആളുകൾ പറയും ഇനി അവസാനത്തെ 10 ദിവസം ഉണ്ടല്ലോ, അങ്ങനെ നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കുറച്ച് ആളുകൾ ഇതൊരു വലിയ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു തീർത്ഥാടനമാണ്. അതാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോമ്പ് ഉപവാസത്തോടെ അനുഷ്ഠിക്കുന്ന ഇതൊരു തീർത്ഥാടനമായി, ഇത് നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള ചവിട്ടുപടിയായി ഇതിനെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദാവീദ് അനുതാപത്തോടെ നിലവിളിച്ച് അങ്ങയുടെ ഹീസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദാവീദിനെ പോലെ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ നോമ്പിടയാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വചനം ശ്രവിക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പാവബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.